എക്കാലവും ചുവന്ന് തുടുത്ത മണ്ണാണ് തലശ്ശേരി. CPM-ന്റെ ഉറച്ച കോട്ട. ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായ മണ്ണ്. തലശ്ശേരി നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത് മുതൽ അവിടെ ജയിച്ചു വരുന്നത് CPM-ആണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ. 2006 മാത്രമാണ് തലശ്ശേരിയിൽ CPM ഒന്ന് വിയർത്തത്. അന്ന് കോടിയേരി ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലായിരുന്നു പോരാട്ടം. അവിടെ അന്ന് കോടിയേരിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു. 9000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോടിയേരി വിജയിച്ചു. അതിനുശേഷം തലശ്ശേരി ഒരിക്കലും CPM-ന് ഭൂരിപക്ഷം കുറച്ചിട്ടില്ല. കോടിയേരിക്ക് ശേഷം തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഷംസീറാണ്. ഷംസീർ കോടിയേരി ബാലകൃഷ്ണൻ്റെ എല്ലാമെല്ലാമാണ്. കോടിയേരി ബാലകൃഷ്ണൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ. ഷംസീർ തുടർച്ചയായി തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു. പക്ഷേ അടുത്ത തവണ ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കറായ ഷംസീർ തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കില്ല. ഷംസീറിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് മാധ്യമങ്ങൾ വലിയ വിവാദമാക്കി. ഷംസീറിനെ CPM ഒതുക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ പരന്നു. പക്ഷേ അതുകൊണ്ടല്ല ഷംസീർ ഇനി മത്സരിക്കാത്തത്. അദ്ദേഹം 2 തവണ തുടർച്ചയായി തലശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഷംസീറിനെ ഇക്കുറി മാറ്റി നിർത്താൻ CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. സ്പീക്കർ എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനമാണ് ഷംസീർ കാഴ്ചവെച്ചത്. രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഷംസീറിന് സാധിച്ചു. ഷംസീർ മാറുമ്പോൾ തലശ്ശേരിയിൽ ആര് എന്ന ചോദ്യം വരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ P. ശശിയുടെ പേര് ഉയർന്നു കേൾക്കുന്നു എങ്കിലും തലശ്ശേരിയിൽ ഷംസീറിന് പകരം മത്സരിക്കുക CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനുമായ M. ഷാജർ ആയിരിക്കും. M. ഷാജർ തലശ്ശേരിക്കാർക്ക് പ്രിയപ്പെട്ട നേതാവാണ്. തലശ്ശേരിയിലെ ജനങ്ങളുമായി ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുന്ന സഖാവ്. മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെയൊക്കെ ഷാജർ ശക്തമായി രംഗത്ത് വന്നു. ഷാജർ മുമ്പ് DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അങ്ങനെ കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുന്ന യുവ നേതാവാണ് ഷാജർ. ഷംസീറിന് പകരം ഷാജർ മത്സരിക്കുമെന്നത് ഏകദേശം ഉറപ്പായി. ഇത് ഷംസീറിനെ ഒതുക്കുന്നതിന് തുല്യമാണെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതല്ല കാര്യം. 2 തവണ തുടർച്ചയായി തലശ്ശേരിയിൽ ജയിച്ചു വരുന്ന ഷംസീറിനെ മാറ്റി പുതിയ മുഖത്തെ അവതരിപ്പിക്കേണ്ടത് CPM-ന്റെ അനിവാര്യതയാണ്. CPM എന്ന പാർട്ടി അങ്ങനെയാണ്, പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. മറുവശത്ത് മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ പറയുന്നുണ്ട്. ഷംസീറിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് വലിയ വിവാദമായി മാധ്യമങ്ങൾ മാറ്റി. മുഹമ്മദ് റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുകയും സ്പീക്കറായ ഷംസീറിനെ ഒഴിവാക്കുകയും ചെയ്തത് ഇരട്ടത്താപ്പാണെന്നൊക്കെ മാധ്യമങ്ങൾ എഴുതി. മുഹമ്മദ് റിയാസും ഷംസീറും തമ്മിൽ നല്ല ബന്ധമല്ല എന്നും മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് റിയാസും ഷംസീറും തമ്മിൽ സൗന്ദര്യ പിണക്കമുണ്ടത്രേ. അതുകൊണ്ടാണ് ഷംസീറിനെ ഇക്കുറി തലശ്ശേരിയിൽ മത്സരിപ്പിക്കാത്തത് എന്നാണ് മാധ്യമങ്ങളുടെ കണ്ടെത്തൽ. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം പുതിയ നേതാക്കളെ കൊണ്ടുവരേണ്ടത് അവരുടെ ആവശ്യമാണ്. ഷാജർ കണ്ണൂരിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. കണ്ണൂരിലെ CPM-ലെ മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഷാജറിനെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. CPM കണ്ണൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആരൊക്കെയാകും സ്ഥാനാർത്ഥി എന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും തലശ്ശേരിയിൽ M. ഷാജർ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഷംസീറിന് മാറി നിൽക്കേണ്ടി വരും.
ഷംസീർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തേണ്ട സഖാവ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ, എം വിജയകുമാർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ അവരെക്കാൾ പ്രവർത്തന പാരമ്പര്യം കുറഞ്ഞ ഷംസീർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടാതെ പോയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ മാധ്യമങ്ങൾ മുഹമ്മദ് റിയാസും ഷംസീറും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തെക്കുറിച്ചും ഈഗോ ക്ലാഷിനെക്കുറിച്ചും ഒക്കെ എഴുതുന്നു. CPM-ന് എവിടെയെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരം ശ്രമിക്കുന്നു. ഓൺലൈൻ മാധ്യമങ്ങളും നിരന്തരം ശ്രമിക്കുന്നു. ഷംസീർ തലശ്ശേരിയിൽ 2026 മത്സരിക്കില്ല എന്നത് ഉറപ്പാണ്. അതിനു പകരം ഷാജർ മത്സരിക്കും എന്നതും ഉറപ്പാണ്. പി ശശിക്ക് ഒരു അവസരം കൊടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും പി ശശിയെ മാറ്റി നിർത്താനാണ് CPM-ന്റെ തീരുമാനം. പുതിയ നേതാക്കൾ കടന്നു വരണം. യുവ നേതാക്കൾ കടന്നു വന്ന് അവർ പാർട്ടിയുടെ മുന്നണിയിൽ എത്തണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് കാലാകാലങ്ങളിൽ നിലനിൽപ്പുണ്ടാവൂ. അല്ലെങ്കിൽ ബംഗാളിലേതുപോലെ തകർന്ന് തരിപ്പണമാകും. ബംഗാളിൽ CPM തകർന്ന് തരിപ്പണമായതിന് കാരണം പുതിയ നേതാക്കളെ കൊണ്ടുവന്നില്ല എന്നതുകൊണ്ടാണ്. പുതിയ നേതാക്കളെ അകറ്റി നിർത്തിയത് കൊണ്ടാണ്. അത്തരം ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ CPM വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പുതിയ നേതാക്കൾ വന്നാൽ മാത്രമേ പാർട്ടിക്ക് പുതിയ ചൈതന്യം ഉണ്ടാവുകയുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രമാണ്. അധികാരമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളുടെ ലക്ഷ്യം, മറിച്ച് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമാണ്. ഈ സാഹചര്യത്തിലാണ് DYFIയിലെ മുതിർന്ന നേതാവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ അധ്യക്ഷനുമായ M ഷാജറിനെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കുന്നത്. M ഷാജർ തലശ്ശേരിയിൽ മത്സരിച്ചാൽ വിജയിക്കും എന്നതിൽ രണ്ടഭിപ്രായമില്ല. പക്ഷേ ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. 2 തവണ ഷംസീർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് തലശ്ശേരി. തലശ്ശേരി എന്നും CPM-ന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണ്. തലശ്ശേരി CPM-നെ സംബന്ധിച്ചിടത്തോളം ചുവപ്പ് കോട്ടയാണ്. അവരുടെ രക്തസാക്ഷികൾ വീണ മണ്ണാണ്. ഓരോ രക്തസാക്ഷിയിൽ നിന്നും 1000 പേർ ജനിക്കുന്നു എന്ന മുദ്രാവാക്യം തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ്. തലശ്ശേരി CPM-ന് അനുകൂലമായി എക്കാലവും നിൽക്കും. ഘടകകക്ഷികളുടെ പിൻബലമില്ലാതെ CPM മത്സരിച്ചാൽ പോലും തലശ്ശേരിയിൽ CPM വിജയിച്ചു കയറും. പലപ്പോഴും കോൺഗ്രസും BJP-യും ഒന്നിച്ചു നിന്ന് CPM-നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തലശ്ശേരിയിൽ. പക്ഷേ അപ്പോഴൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ CPM സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുന്ന കാഴ്ചയാണ് തലശ്ശേരി കണ്ടത്. അതാണ് തലശ്ശേരിയുടെ പ്രത്യേകത. അതാണ് തലശ്ശേരിയുടെ ചുവന്ന പാരമ്പര്യം. എന്തായാലും തലശ്ശേരിയിൽ ഷംസീറിന് പകരം M ഷാജർ എത്തുന്നു.